നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിശ്വാസം അവിശ്വാസം രണ്ട് പദങ്ങൾ സത്യത്തിൽ രണ്ടും ഒരേ കോയിൻ്റെ രണ്ട് വശങ്ങളാണ്. ഒരാൾ വിശ്വസിക്കുന്നു, വേറൊരാൾ വിശ്വസിക്കുന്നില്ല. രണ്ടും വിശ്വാസമാണ്. പക്ഷേ രണ്ടും വിശ്വാസമാണ്. സത്യത്തിൽ പ്രാചീന ഭാരതീയർ ചെയ്തിരുന്നത് ഇതിനൊരു വളരെ ശക്തമായ യുക്തിയുടെയും അതേപോലെ റീസണിങ്ങിൻ്റെ ഒരു രീതി ഉപയോഗിച്ചിരുന്നു. നമുക്ക് യുക്തി കൊണ്ട് ഉപയോഗിക്കുകയും യുക്തി നന്നായി ഉപയോഗിക്കുകയും അതിന് അവർ ഉപയോഗിച്ചിരുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ പേര് ന്യായദർശനം എന്നാണ്. ആ ന്യായദർശനത്തിൽ അവർ എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് കൺക്ലൂസീവ് ആവുന്നത്, നമുക്ക് കൺക്ലൂഡ് ചെയ്യണമല്ലോ ഒരു വിഷയത്തെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിന് അവർ കുറേ ടെർമിനോളജി ഉപയോഗിക്കുന്നത്. ആ ടെർമിനോളജി മാത്രമല്ല, അത് നമ്മളെ ജീവിതത്തിൽ നടപ്പിലാക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ വെള്ളം കണ്ടു. അപ്പോൾ വെള്ളം കാണുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് മഴ പെയ്തിട്ടാണ്. പക്ഷേ ഊഹം തെറ്റാണ്. പൈപ്പ് പൊട്ടിയിട്ടും വെള്ളം ഉണ്ടാവാം. അപ്പോൾ അവിടെ ഒരു ഊഹത്തിൻ്റെ ഒരു പരിമിതി നമുക്ക് കാണാൻ പറ്റും. ഈ ഊഹം തന്നെ പലതരത്തിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് മഴക്കാലമാണ്, കാർമേഘം കണ്ടു, മഴ പെയ്യും എന്ന് കരുതി കുടയെടുക്കാം. മഴ പെയ്തോളൊന്നുമില്ല. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയൊരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ ഇവർ ചെയ്തിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവനവന് ഗുണം ചെയ്യുന്നതും ആ ഗുണം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടുന്നതുമായ കാര്യങ്ങളെ ഒരു വിശ്വാസ പ്രമാണമായി സ്വീകരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ട് വേറൊരാൾക്ക് ദ്രോഹം വരരുത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയെ അപരന് സുഖത്തിനായി വരണം എന്നൊരൊറ്റ ആ രണ്ട് വരിയിൽ നാരായണ ഗുരുസ്വാമികൾ വിശ്വാസത്തെ അപഗ്രഥിച്ചിട്ടുണ്ട്. എപ്പോഴാണോ ഇത് മറ്റുള്ളവർക്ക് പ്രയാസമായി വരുന്നത്, എൻ്റെ വിശ്വാസം മറ്റൊരാൾക്ക് പ്രയാസമായി വരികയും മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്നത്, അപ്പോഴത് ഒരു അന്ധവിശ്വാസമായി പരിണമിക്കും. അതാണ് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വരുന്ന വലിയൊരു പ്രശ്നം. ഇനി മൂന്നാമത്തത് അവിശ്വാസം. അവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾക്ക് അനുഭവമില്ലാത്ത കാര്യത്തെക്കുറിച്ച് പ്രീ കൺസീവ്ഡ് നോഷൻസ് ഉണ്ടാവും. നമുക്ക് ചില എന്താ പറയുക, സെലക്റ്റീവ് ബയാസ് എന്ന് പറയും. അത് വെച്ച് നമ്മൾ പല കാര്യങ്ങളെയും കാണും. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഇത് ശരിയല്ല എന്ന് തിരിച്ചറിയുമ്പോൾ, ഏതൊരു വിശ്വാസമാണോ നമ്മൾ അതുവരെ വെച്ച് പുലർത്തിയത് അത് ഒഴിവാക്കുമ്പോഴാണ് യഥാർത്ഥ അവിശ്വാസം ഉണ്ടായി വരുന്നത്. ആണല്ലടി, നമ്മൾ പലതും വിചാരിക്കും അത് ശരിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാരണവർ പറഞ്ഞു അവിടെ ഒരു ഭൂതമുണ്ട്, അവിടെ ഈ വീടിൻ്റെ തറവാട്ടിൽ ഒരു ഭാഗത്തും ഭൂതമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോരുത്. കാരണങ്ങൾ പലതാകാം. ഒരു പക്ഷേ ഇവർ മദ്യപിക്കുന്ന ഒരു ഏരിയ ആയിരിക്കാം, അതുകൊണ്ട് കുട്ടികൾ അങ്ങോട്ട് പോകില്ലല്ലോ. ഈ ഭൂതം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പോകില്ല. പക്ഷേ ഒരു വയസ്സ് വരുന്ന സമയത്ത് ഈ ഭൂതം എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നും ഇത് വേറെ ഏതൊക്കെയോ ലക്ഷ്യങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കാമെന്നോ ഒക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവും. അപ്പോൾ അയാൾ അതോടുകൂടി ആ വിശ്വാസം വിടുന്നു, അയാൾക്ക് അത് അവിശ്വാസിയായിട്ട് മാറി. അവിടെ ഇതാണ് വിശ്വാസം, അവിശ്വാസം, അതേപോലെ അന്ധവിശ്വാസം തുടങ്ങിയിട്ടുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ശ്രദ്ധ വേണം. കാരണം ഈ വിശ്വാസവും അവിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ തമ്മിലുള്ള ഭേദം വളരെ ചെറുതാണ്. സെലക്റ്റീവ് ബയാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമുക്കൊരു കാര്യത്തെ മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നു, അത് മാത്രമാണ് എൻ്റെ ബ്രെയിനിലുള്ളത്. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെടുന്നതെല്ലാം എനിക്ക് ശരിയാണ്, അതുമായി ബന്ധപ്പെടാത്തതൊക്കെ എനിക്ക് തെറ്റാണ്. അവിടെ ഞാൻ എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അതാണ് ന്യായദർശനം വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞത്, നിങ്ങൾ ദർശനങ്ങൾ പഠിക്കണം, എന്നാലേ ഹിന്ദുധർമ്മം ശരിയായി, വൈദിക ധർമ്മം ശരിയായി മനസ്സിലാവൂ എന്ന്.